നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർക്ക് ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സ് എന്ന ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കേരള PSC പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ള മുൻകാല 50 GK ചോദ്യങ്ങളാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 2011 കേരള PSC നടത്തിയിട്ടുള്ള LDC പരീക്ഷയിൽ, പ്രത്യേകിച്ചും വയനാട് ജില്ലയിലേക്ക് നടത്തിയിട്ടുള്ള LDC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 50 GK ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവയുടെ ഉത്തരങ്ങളെന്നും ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഈ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഇതാണ്: ബാരൻ ദ്വീപിന്റെ സവിശേഷത എന്തെന്നായിരുന്നു നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം. ഇന്ത്യയിലെ സജീവമായ ഒരു അഗ്നിപർവ്വതമാണ് എന്ന് പറയുന്നത് ബാരൻ ദ്വീപ് എന്ന കാര്യം ഓർത്തിരിക്കുക. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിൽ പെടുന്നതാണ് ഈ ബാരൻ ദ്വീപ് എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയിലെ സജീവമായിട്ടുള്ള ഏക അഗ്നിപർവ്വതം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. രണ്ടാമത് ഈ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി മുംബൈ ആണ്. മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയാണ്. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത്തെ ഗവർണറാണ് ആരെന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് എന്ന കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് ചോദ്യം. മുംബൈയാണ്. ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. എത്രാമത്തേതാണ് അദ്ദേഹം ആ ഗവർണർ പദവിയിലേക്ക് എത്തുന്നത്? 25ാമത്. അടുത്തായി പരിചയപ്പെടുന്ന മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ് ആരെന്നാണ് ചോദ്യം. ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ടാറ്റയാണ്. ടാറ്റയാണ് ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാക്കൾ എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന നാലാമത്തെ ചോദ്യം: സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് ഗാനിമിഡ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ ഏതാണ്? വ്യാഴത്തിന് ഉപകരണമായിട്ടുള്ള ഗാനിമിഡ് ആണെന്ന കാര്യം ഓർക്കുക. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപകരണം അല്ലെങ്കിൽ ചന്ദ്രൻ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വ്യാഴത്തിന്റെ ഉപകരണമായിട്ടുള്ള ഗാനിമിഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 5ാം ചോദ്യം: വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം. ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആണ് 1950. 1950ലാണ് വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത്. അതേ വർഷം തന്നെയാണ് ദേശീയ ഗാനമായിട്ട് ജനഗണമനയും എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടും അതേപോലെ തന്നെ ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടും അംഗീകരിച്ചത് സെയിം വർഷമാണ് 1950. അടുത്തായിട്ട് പരിചയപ്പെടുന്ന 6ാം ചോദ്യം: കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ് ഏതാണ്? 4 ഓപ്ഷനിലായിട്ട് അണലി, രാജവെമ്പാല, മൂർഖൻ, ശംഖുവരൻ എന്നിങ്ങനെ ഓപ്ഷൻ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി രാജവെമ്പാലയാണ്. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരിക രാജവെമ്പാലയാണ്. 7ാം ചോദ്യം പരിചയപ്പെടാം: ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നാണ് ചോദ്യം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി 6ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്? 6ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഒരുപക്ഷെ ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്: ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്? ഉത്തരമായിട്ട് വരുന്നത് 7ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന കാര്യം ഓർത്തു വെക്കുക. ഡൊണാൾഡ് ട്രംപ് ഈ 2020 ഇന്ത്യ സന്ദർശിക്കുന്നു. ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന ഒരു ചോദ്യം വരുന്ന പരീക്ഷകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്തരമായിട്ട് വരിക 7ാമത്തേതാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ്. ഉത്തരമായിട്ട് വരുന്ന 6ാമത്തേതാണ്. ഡൊണാൾഡ് ട്രംപ് ആണ് ചോദിക്കുന്നതെങ്കിൽ 7ാമത്തേതാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 8ാമത്തെ ചോദ്യം: ലോകത്തിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ ഏത്? തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതായത് നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് മാൻഡറിൻ ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. അതായത് ഇതിനു മുമ്പത്തെ PSC ആൻസർ കീയിലൊക്കെ മാൻഡറിൻ എന്നാണ് പഠിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം: 2019 23ാമത്തെ എഡിഷനിൽ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. എറ്റനോലോഗിന്റെ ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ 34 ഭാഷകൾ എടുത്തിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് 1.268 ബില്യൺ ആൾക്കാർ എന്ത് സംസാരിക്കുന്നു? ഇംഗ്ലീഷ് സംസാരിക്കുന്നു. രണ്ടാമതാണ് മണ്ടാരിൻ വരുന്നത്. 1.120 ബില്യൺ ആൾക്കാരാണ് അത് സംസാരിക്കുന്നത്. മൂന്നാമത് നമ്മുടെ ഹിന്ദിയാണെന്ന കാര്യം ഓർത്തിരിക്കണം. 4ാമത് വരുന്നത് സ്പാനിഷ് ഭാഷയാണ്. 5ാമത് വരുന്നത് ഫ്രഞ്ച് ഭാഷയാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 1ാമത് വന്നിരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ ആൻസർ കീ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. എന്നാൽ സാഹചര്യത്തിനനുസരിച്ചിട്ട് വേണം അതിൻ്റെ ഉത്തരം രേഖപ്പെടുത്താൻ. നിലവിൽ പല പരീക്ഷകൾ എടുത്തു നോക്കിയാൽ അവിടെ ആൻസർ കീ ആയിട്ട് വരുന്നത് മണ്ടാരിൻ ഭാഷയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു റിപ്പോർട്ട് 23ാമത്തെ എഡിഷൻ റിപ്പോർട്ടിൽ 1ാമത് എത്തിയിരിക്കുന്ന ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം നിങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പരീക്ഷയിലെ ആൻസർ കീ പ്രകാരം ഉത്തരമായിട്ട് വന്നിരിക്കുന്ന മണ്ടാരിൻ ഭാഷയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക.
GK 2011 LDC പരീക്ഷയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരമാണ്. ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം കാലാവസ്ഥാ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായിട്ട് 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, ഓഷ്യൻസാറ്റ് 2 ആണ്. ഓഷ്യൻസാറ്റ് 2 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കാലാവസ്ഥാ പ്രവചനം അതുപോലെ തന്നെ സമുദ്ര നിരീക്ഷണം എന്നതായിരുന്നു ഈ പറയുന്ന ഓഷ്യൻസാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 10ാമത്തെ ചോദ്യം ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായിട്ട് സ്ഥാനമേറ്റ ആദ്യത്തെ വനിതയാരെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് ടെസി തോമസ് ആണ്. ടെസി തോമസ് ആണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായിട്ട് സ്ഥാനമേറ്റ ആദ്യത്തെ വനിത എന്ന കാര്യം ഓർത്തിരിക്കുക. ടെസി തോമസ് ഇന്ത്യൻ മിസൈൽ വുമൺ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടെസി തോമസ് ആണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായിട്ട് സ്ഥാനമേറ്റ ആദ്യത്തെ വനിത എന്ന കാര്യം ഓർത്തിരിക്കണം. പരിചയപ്പെടുന്ന 11ാമത്തെ ചോദ്യം സുനാമി ദുരന്തം നടന്ന ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, 2004 ഡിസംബർ 26. 2004 ഡിസംബർ 26 തീയതിയാണ് സുനാമി ദുരന്തം നടന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 12ാം ചോദ്യം കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 10ാം ഷെഡ്യൂളാണ്. നമ്മുടെ ഭരണഘടനയിൽ എത്ര പട്ടികയുണ്ട്? 12 പട്ടികകളാണുള്ളത്. അതിൽ 10ാമത്തെ പട്ടികയിലാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ. ഉത്തരമായിട്ട് വരുന്നത് 10 ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 13ാം ചോദ്യം യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതു നാണയം എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് യൂറോയാണ്. യൂറോയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതു നാണയം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെ നമ്മളിവിടെ പരിചയപ്പെടുത്താം. ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയനിൽ എന്ന് ചോദിച്ചാൽ 27 എന്നായിരിക്കും ഉത്തരം വരിക. നമുക്കറിയാം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകുന്നു. അതുവരെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 28 അംഗങ്ങളുണ്ടായിരുന്നു. ആ ബ്രിട്ടൻ പോയതോടുകൂടി ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ട്? 27 അംഗങ്ങളുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ബ്രിട്ടൻ പുറത്തു പോയാൽ എത്ര അംഗങ്ങളായിരിക്കും യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടാകുക? 27 അംഗങ്ങളാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ നമ്മുടെ ചോദ്യം യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതു നാണയമാണ്. ഉത്തരമായിട്ട് വരുന്നത് യൂറോയാണ്. പരിചയപ്പെടുന്ന 14ാം ചോദ്യം BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് മൊൺസാൻഡോ എന്ന് പറയുന്ന കമ്പനിയാണ് BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി. മൊൺസാൻഡോ എന്ന കമ്പനിയാണ് BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി എന്ന കാര്യം ഓർക്കുക. 15ാം ചോദ്യം പരിചയപ്പെടാം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്നത് വയനാടാണ്. വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. ഏതിൻ്റെ ഭാഗമാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് വയനാട് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി, അല്ലെങ്കിൽ കേരളത്തിലെ ഏക പീഠഭൂമി എന്നൊക്കെ ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക വയനാട് തന്നെയാണ്. അപ്പോൾ വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 16ാം ചോദ്യം റാൺ ഓഫ് കച്ചുമായിട്ട് ബന്ധപ്പെട്ടത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ദേശീയ സമുദ്ര ഉദ്യാനമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന റാൺ ഓഫ് കച്ച് എന്ന കാര്യം ഓർക്കുക. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. അപ്പോൾ റാൺ ഓഫ് കച്ചുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ദേശീയ സമുദ്ര ഉദ്യാനമാണെന്ന കാര്യം ഓർക്കുക. പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം 17ാം ചോദ്യം ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരമായിട്ട് വരുന്നത് എക്സോബയോളജി. എക്സോബയോളജിയാണ് ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. പരിചയപ്പെടുന്ന 18ാമത്തെ ചോദ്യം 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവിനെ ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ടാണ് ഇവിടെ 2019 ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യമായി വരുന്ന 19ാം ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ കേരളം, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ തന്നിരിക്കുന്നു. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി ആണ്, രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് രാജസ്ഥാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 20ാം ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം. ഒരിക്കൽ കൂടി ആ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാണ്. ഉത്തരം എന്താണ്? രാജസ്ഥാനാണ്. അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്.
ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ഉൾപ്പെടുന്നത്? വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യമായിട്ട് വരുന്ന 22-ാം ചോദ്യം, സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് JC ബോസ് ആണ്. JC ബോസ് ആണ്, ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് JC ബോസ്. അദ്ദേഹമാണ് സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം, ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി എന്നാണ് ചോദ്യം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്നൊരു ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അടുത്ത ചോദ്യമായിട്ട് വരുന്ന 24-ാം ചോദ്യം, അന്റാർട്ടിക്കയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദക്ഷിണ ഗംഗോത്രിയാണ്. ദക്ഷിണ ഗംഗോത്രിയാണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം എന്ന കാര്യം ഓർക്കുക. പരിചയപ്പെടുന്ന 25-ാം ചോദ്യം, ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണെന്നാണ് നമ്മുടെ ചോദ്യം. ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണെന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണെന്ന കാര്യം ഓർക്കണം. 26-ാം ചോദ്യം, ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിദേശിയാരെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് വാറൻ ആൻഡേഴ്സൺ ആണ്. വാറൻ ആൻഡേഴ്സൺ ആണ് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിദേശി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ തന്നെ അറിഞ്ഞിരിക്കുക, ഭോപ്പാൽ വാതക ദുരന്തമുണ്ടാകുമ്പോൾ, അതായത് 1984 ഡിസംബർ 2-ാം തീയതിയാണ് ഈ പറയുന്ന ഭോപ്പാൽ ദുരന്തം ഉണ്ടാകുന്നത്. ആ സമയത്ത് യൂണിയൻ കാർബൈഡ് എന്ന കമ്പനിയുടെ മേധാവിയായിരുന്നു പറയുന്നത് ഈ പറയുന്ന വാറൻ ആൻഡേഴ്സൺ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഭോപ്പാൽ ദുരന്തമുണ്ടായത് 1984 ഡിസംബർ 3-ാം തീയതിയാണ്. ആ സമയത്ത് യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ മേധാവിയാണ് നമ്മുടെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന വാറൻ ആൻഡേഴ്സൺ എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. 27-ാമത്തെ ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്ന ഈ ക്ലാസ്സിൽ. ആഗോള താപനത്തെ പ്രതിരോധിക്കുക എന്ന സന്ദേശവുമായി 2009 എവറസ്റ്റിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യമാണ് ചോദിച്ചത്. ഉത്തരമായിട്ട് വരുന്നത് നേപ്പാളാണ്. ആഗോള താപനത്തെ പ്രതിരോധിക്കുക എന്ന സന്ദേശവുമായിട്ട് 2009 എവറസ്റ്റിൽ മന്ത്രിസഭാ യോഗം കൂടിയ രാജ്യം ഏതാണ്? നേപ്പാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന 29-ാമത്തെ ചോദ്യമാണ്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷൻ 2011 ഓപ്ഷനുകളാണ്. 2011 ഓപ്ഷനുകളാണ് നമുക്ക് ഈ പരീക്ഷയിൽ തന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആരെന്ന് അറിഞ്ഞിരിക്കുക, രേഖാ ശർമ്മയാണ്. നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖാ ശർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക രേഖാ ശർമ്മയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്നത് ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ബിയിലുള്ള ചൈനയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ്. ആ ചോദ്യം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണെങ്കിൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ചൈനയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തതായിട്ട് 31-ാം ചോദ്യം പരിചയപ്പെടാം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത ജില്ലാ കളക്ടറേറ്റ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത ജില്ലാ കളക്ടറേറ്റ് ഏതാണ്? പാലക്കാട് കളക്ടറേറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത ജില്ലാ കളക്ടറേറ്റ് ഉത്തരമായിട്ട് വരുന്നത് പാലക്കാടാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന 32-ാമത്തെ ചോദ്യമാണ്. 32-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖലയാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലായിട്ട് കാർഷികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നു. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. കാർഷിക മേഖലയ്ക്കാണ് ബോർലോഗ് അവാർഡ് നൽകുന്നത്. എന്നാൽ ആരാണ് ഈ ബോർലോഗ് എന്ന് പറയുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന നോർമൻ ബോർലോഗ്. അപ്പം നോർമൻ ബോർലോഗ് അദ്ദേഹത്തിന്റെ ഒരു നാമാർത്ഥം നൽകുന്ന ഒരു അവാർഡാണ് ബോർലോഗ് അവാർഡ്. ഇത് ഏത് മേഖലയ്ക്കാണ് നൽകുന്നത്? കാർഷിക മേഖലയ്ക്കാണ് നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറയുന്ന ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വാനിലയുടെ ജന്മദേശമായിട്ടുള്ള മെക്സിക്കോയിലാണ്. ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യയിൽ എവിടെയാണ് തുടക്കം കുറിച്ച് ചോദിച്ചാൽ ഫിലിപ്പീൻസിലാണ്. ഇന്ത്യയിൽ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബിലാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക MS സ്വാമിനാഥൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ വളർച്ച വന്നിട്ടുള്ള നാണ്യവിള
ഏത്, അതുപോലെ തന്നെ ധാന്യവിള ഏത് എന്നീ 2 ചോദ്യങ്ങൾ ചോദിക്കും. ധാന്യവിളയാണ് ചോദിക്കുകയെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് ഗോതമ്പാണ്. അതേസമയത്ത് നാണ്യവിളയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരിക കരിമ്പാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ വളർച്ച വന്നിട്ടുള്ള നാണ്യവിള ചോദിച്ചിട്ടുണ്ടെങ്കിൽ കരിമ്പ്, ധാന്യവിള ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ്. ലോകത്താണെങ്കിൽ ആരാണ്? നോർമൻ ബോർലോഗ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത 33-ാം ചോദ്യം പരിചയപ്പെടാം. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച പാക് ഭീകരനാരെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അജ്മൽ കസബാണ്. അജ്മൽ കസബാണ് 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച പാക് ഭീകരൻ. അടുത്ത ചോദ്യം, കിഴക്കൻ ഏഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യങ്ങളെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, തായ്വാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. ഇവരെയാണ് കിഴക്കൻ ഏഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത്. തായ്വാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ ഇവരെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കിഴക്കൻ ഏഷ്യൻ കടുവകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വാർത്തകളിൽ സ്ഥാനം നേടിയ ബുർജ് ഖലീഫയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് ശരി എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബുർജ് ഖലീഫ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വാർത്തകളിൽ സ്ഥാനം നേടിയ ബുർജ് ഖലീഫയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്നത് തമിഴ് ഭാഷയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏതാണ്? തമിഴ് ഭാഷയാണെന്ന കാര്യം ഓർക്കുക. ഒപ്പം ഇതും കൂടെ അറിഞ്ഞിരിക്കുക. എന്താണ്, എത്ര ഭാഷകൾക്ക് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്? 6 ഭാഷകൾക്ക് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ലഭിച്ചത് ഏതിനാണ്? തമിഴിനാണ്. 2004 തമിഴിനെ ഈ പറയുന്ന ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. അതിനുശേഷം സംസ്കൃതമാണ് 2005, 2008 കന്നഡയ്ക്കും തെലുങ്കിനും കിട്ടി. 2013 മലയാളം, ഏറ്റവും അവസാനമായിട്ട് ഒഡിയ ഭാഷയ്ക്കാണ് ലഭിച്ചത്. അപ്പം മൊത്തം എത്ര ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 6 ഭാഷകൾക്ക്. അതിൽ ആദ്യം ലഭിച്ചത് ഏതെന്ന് ചോദിച്ചാൽ തമിഴിനാണ്. രണ്ടാമത് സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡീഷ. വർഷം ഓർത്തിരിക്കുക, 2004 തമിഴിന് കിട്ടുന്നത്. 2005 സംസ്കൃതം, കന്നഡയ്ക്കും തെലുങ്കിനും 2008, മലയാളത്തിന് പ്രത്യേകം ഓർത്തിരിക്കണം 2013, ഒഡിയയ്ക്ക് ഏറ്റവും അവസാനമായിട്ട് 2014. അടുത്ത ചോദ്യം പരിചയപ്പെടാം. 2011 മുതൽ മഹാത്മാഗാന്ധി പദ്ധതിയിലെ പ്രതിനിധ വേതനം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് 2011 കണക്കാണ് ഇവിടെ പറയുന്നത്. നമുക്കിവിടെ പുതിയൊരു അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. ഈ അടുത്ത് പത്രങ്ങളിലൊക്കെ വന്നൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. തൊഴിലുറപ്പ് വേതനത്തിൽ രാജ്യത്ത് 3ാമതാണ് കേരളം. കേരളത്തിലെ ദിവസക്കൂലി എന്ന് പറയുന്നത് 291 രൂപയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം നൽകുന്നത്, ദിവസക്കൂലി നൽകുന്ന ഹരിയാനയിലാണ് 309 രൂപ. തൊട്ടുപുറകിലായിട്ട് സിക്കിം 308 രൂപ. മാർച്ച് 26, 2020 ഒരു ന്യൂസാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. എന്താണ്, തൊഴിലുറപ്പ് വേതനത്തിൽ രാജ്യത്ത് 3ാം സ്ഥാനത്ത് വരികയാണ് കേരളം. ദിവസക്കൂലി 291 രൂപ. ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഹരിയാനയിൽ 309 രൂപ. രണ്ടാമത് സിക്കിമിൽ 308 രൂപയാണ്. അപ്പോൾ എന്താണ്, ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്. 308 രൂപയുള്ള സിക്കിം രണ്ടാമത്, 309 രൂപയുള്ള ഹരിയാന ഒന്നാമത്, മൂന്നാമതായിട്ട് 291 രൂപയുള്ള കേരളമാണെന്ന കാര്യം ഓർക്കുക. എപ്പോഴത്തെ വാർത്തയാണ്? 2020 മാർച്ച് 26 വാർത്തയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയൊരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഉത്തരങ്ങളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓർത്തിരിക്കണം, കേരളത്തിൽ 291 രൂപ, അതുപോലെ തന്നെ ഹരിയാനയിൽ 309, സിക്കിമിൽ 308. അപ്പോൾ ഇനി വരുന്ന മാസങ്ങൾ ഇതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം ഇതാണ്, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന്. ഉത്തരമായി വരുന്നത് 2010 ഏപ്രിൽ 1-ാം തീയതിയാണ്. 2010 ഏപ്രിൽ 1-ാം തീയതിയാണ് എന്ത് വരുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ ഭാരതത്തിൽ നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം, ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ എന്നാണ് ചോദ്യം. ഉത്തരമായി വരുന്നത് അരിഹിന്ദാണ്. അരിഹിന്ദാണ് ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ എന്ന കാര്യം ഓർത്തിരിക്കുക.
അടുത്ത ചോദ്യമായിട്ട് വരുന്നത് കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് സൂപ്പർ ബഗ് ആണ്. സൂപ്പർ ബഗ് എന്ന് പറയുന്നത് ജനിതക ബാക്ടീരിയ ആണ്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സൂപ്പർ ബഗ് എന്ന് പറയുന്ന ജനിതക ബാക്ടീരിയ ഉപയോഗിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ അണുപ്രസരണമുള്ളതായി ബാർക്ക് കണ്ടെത്തിയ സ്ഥലം. ഉത്തരമായിട്ട് വരുന്നത് കരുനാഗപ്പള്ളിയാണ് ഏറ്റവും കൂടുതൽ അണുപ്രസരണമുള്ളതായിട്ട് ബാർക്ക് കണ്ടെത്തിയ സ്ഥലം എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഈ പരീക്ഷയിൽ ചോദിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചത്. ഉത്തരമായിട്ട് വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആന്ധ്രാപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ലോക തണ്ണീർത്തട ദിനം എന്നാണ് ചോദ്യം. ഉത്തരമായി വരുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. ഫെബ്രുവരി 2-ാം തീയതി ലോക തണ്ണീർത്തട ദിനം. അടുത്ത ചോദ്യമായി വരുന്നത് 2010 സ്ഥാനമേറ്റ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് 2010 കാര്യമൊന്നും ഇവിടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കാര്യം ഓർത്തിരിക്കുക. സുനിൽ അറോറയാണ് 23ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പദവിയിലുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചീഫ് ഇലക്ഷൻ പദവിയിൽ ഇപ്പോഴാരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സുനിൽ അറോറയാണ്. ഈ പദവിയിൽ എത്തുന്ന 23ാമത്തെ വ്യക്തിയാണ്. നമ്മുടെ ഭാരതത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പദവിയിലെത്തുന്ന 23ാമത്തെ വ്യക്തി. നിലവിൽ ആ പദവിയിലിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സുനിൽ അറോറയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ ആധുനിക അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് തിരുവിതാംകൂറിലെ ആധുനിക അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യമായിട്ട് വരുന്നത് കേരളത്തിൽ കാർഷിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ചോദിച്ചത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചിങ്ങം 1, നവംബർ 1, ജനുവരി 26, ഒക്ടോബർ 2 എന്നിങ്ങനെ തന്നു. ഉത്തരമായിട്ട് വരുന്നത് ചിങ്ങം 1-ാം തീയതിയാണ്. ചിങ്ങം 1-ാം തീയതിയാണ് കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റ് ഒരു ചോദ്യമാണ് ഇനി പരിചയപ്പെടുന്നത്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്ന ഡൽഹൌസിയാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഗവർണർ ജനറൽ ഉത്തരമായിട്ട് വരുന്നത് ഡൽഹൌസി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം പരിചയപ്പെടാം. ദ കൗ ഈസ് എ ഹൂഫ്ഡ് അനിമൽ. ഈ വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ തർജ്ജമ എന്നാണ് നമ്മുടെ ചോദ്യം. ദ കൗ ഈസ് എ ഹൂഫ്ഡ് അനിമൽ എന്ന ഈ വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള തർജ്ജമ ഏത്? ഓപ്ഷൻ എയില് പശു ഒരു കുളമ്പുള്ള മൃഗമാണെന്ന് തന്നിരിക്കുന്നു. രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ ഈ പശുവിന് ഒരു കുളമ്പേ ഉള്ളൂ എന്ന് തന്നിരിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷനിൽ പശു കുളമ്പുള്ള മൃഗമാണെന്ന് തന്നിരിക്കുന്നു. നാലാമത്തെ ഓപ്ഷനിൽ പശുവാണ് കുളമ്പുള്ള മൃഗം എന്നും തന്നിരിക്കുന്നു. നമ്മുടെ ചോദ്യത്തിൽ ദ കൗ ഈസ് എ ഹൂഫ്ഡ് അനിമൽ എന്ന ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പശു കുളമ്പുള്ള മൃഗം എന്നതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള തർജ്ജമ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ പശു കുളമ്പുള്ള മൃഗമാണ് എന്നതാണ് ദ കൗ ഈസ് എ ഹൂഫ്ഡ് അനിമൽ എന്നതിന്റെ തർജ്ജമ. അടുത്ത ചോദ്യം വിലാസിനി ആരുടെ തൂലികാനാമം എന്നതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം MK മേനോൻ. MK മേനോന്റെ തൂലികാ നാമമാണ് എന്തെന്ന് പറയുന്നത് വിലാസിനി എന്ന് പറയുന്നത്. അപ്പോൾ വിലാസിനി എന്ന് പറയുന്നത് മലയാളത്തിലെ ഏത് സാഹിത്യകാരന്റെ തൂലികാ നാമമാണ്? MK മേനോന്റെ തൂലികാ നാമമാണ്. പരിചയപ്പെടുന്ന അടുത്ത ചോദ്യം സൂര്യ നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. O ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവലിലെ കഥാപാത്രമാണ് എന്ന് പറയുന്നത് സൂര്യ നമ്പൂതിരിപ്പാട് എന്ന കാര്യം ഓർത്തിരിക്കുക. കുന്തലത എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ നോവലാണ്. അപ്പു നെടുങ്ങാടിയാണ് കുന്തലത എന്ന് പറയുന്ന നോവൽ രചിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ദുലേഖ എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവല് O ചന്തുമേനോനാണ് രചിച്ചത്. അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. നമ്മുടെ ചോദ്യം എന്താണ്? സൂര്യ നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലെ കഥാപാത്രം എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഇന്ദുലേഖയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ആ പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഇനി ലഭ്യമാകണമെങ്കിൽ തികച്ചും സൗജന്യമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ നൽകിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടിനും നല്ല അഭിപ്രായത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നാൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും താങ്ക് യു.